ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനുപ്രിയ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബാങ്കിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം CSEB നടത്തുന്ന പരീക്ഷയിൽ ബാങ്കിൽ നിന്ന് ഏകദേശം 10 മാർക്കിനോളം ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് അല്ലെ. അതിപ്പം ട്രഡീഷണൽ ബാങ്കിങ് ആണെങ്കിലും മോഡേൺ ബാങ്കിങ് ആണെങ്കിലും ഒരുപോലെ തന്നെ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഏറ്റവും ആദ്യം, surrender of note to bank by the government by a specific period and receive a new currency note is called dash. Option A, digital banking. Option B, banking. Option C, demonetization. And option D, monetization. നമുക്ക് ഓപ്ഷൻ സി തന്നെ തുടങ്ങാം. ഡിജിറ്റൽ ബാങ്കിങ്. എന്താ ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഇലക്ട്രോണിക് ബാങ്കിങ് എന്താന്ന് കേട്ടിട്ടുണ്ട്, ഇന്റർനെറ്റ് ബാങ്കിങ് എന്താന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ബാങ്കിങ് പ്രോസസ് ഓൺലൈൻ ആയിട്ട് നമ്മൾ നടത്തുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് മാത്രം. ദെൻ ഓപ്ഷൻ ബി എന്തായിരുന്നു? ബാങ്കിങ്. ഓക്കെ, ബാങ്കിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താ ബാങ്കിങ് എന്ന് പറയുന്നത്? എവിടെ ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 5 സബ്സെക്ഷൻ ബിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ബാങ്കിങ് എന്താണ്? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി, വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ, അതായത് എന്തിനു വേണ്ടി പൈസ അക്സെപ്റ്റ് ചെയ്യുന്നു? ഒന്നെങ്കിൽ അത് ലെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടോ പൈസ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ലെൻഡ് ചെയ്യുന്നു. ഏതൊക്കെ രീതിയിൽ നമുക്ക് ലെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വിഡ്രോ ചെയ്യാം? അതൊരു ചെക്കോ ഡ്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ബാങ്കിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് എന്താണ്? ഡിമോണിറ്റൈസേഷൻ. നമുക്കറിയാം നമ്മുടെ നിലവിലുള്ള പൈസ പിൻവലിച്ച് പുതിയ കറൻസിനെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ മോണിറ്റൈസേഷൻ എന്താണ്? എന്താ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിൽ നിലവിലുള്ള അസറ്റിനെ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫോർമാറ്റിനെയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ബോണ്ട് ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്. ഈ അസറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം, റിസീവ് എ ന്യൂ കറൻസി നോട്ട്. പുതിയ കറൻസി നോട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട് ബാങ്കിന് കൊടുക്കുന്നുണ്ട്. അതായത് നിലവിലുള്ള നോട്ട് ഗവൺമെന്റ് ബാങ്കിന് കൊടുത്തിട്ട് പുതിയ കറൻസി നോട്ട് റിസീവ് ചെയ്യുന്നു. ദെൻ ആ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇവിടെ റിലേറ്റ് ചെയ്ത് വരുന്ന ടേം ഒരേ ഒരു ടേം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി, ഡിമോണിറ്റൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ബാങ്ക്സ് ഹാസ് ഓപ്പൺ ദ കൺട്രീസ് ഫസ്റ്റ് ക്യാഷ് ഫാക്ടറി which will issue currency note to all its branches and ATM? Option A, Bank of India. Option B, Bank of Baroda. Option C, State Bank of India. And Option D, Union Bank of India. എന്താ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ രാജ്യത്ത് ഏത് ബാങ്കാണ് ആദ്യമായിട്ട് ക്യാഷ് ഫാക്ടറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്യാഷ് ഫാക്ടറി എന്തിനാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതായത് ഏത് ബാങ്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ബാങ്കിന്റെ ബ്രാഞ്ചിലോട്ടും അതുപോലെ തന്നെ അതേ ബാങ്കിന്റെ ATM-ലോട്ടും പൈസ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ വെഞ്ചറാണ് ക്യാഷ് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഏത് ബാങ്ക് ആയിരിക്കും അങ്ങനെ പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പൊ മറക്കരുത്, ബാങ്ക് ഓഫ് ബറോഡയാണ് ആദ്യമായിട്ട് ക്യാഷ് ഫാക്ടറി, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ക്യാഷ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബാങ്ക് ക്ലെയിം ദാറ്റ് ദേ ഹാവ് അച്ചീവ് 100% CBS. ഇറ്റ് മീൻ ദാറ്റ് ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് കസ്റ്റമൈസ്ഡ് ബാങ്കിങ് സർവീസ്. ഓപ്ഷൻ ബി, ഇറ്റ് സജസ്റ്റ് കംപ്ലീറ്റ് ബാങ്കിങ് സർവീസ്. ഓപ്ഷൻ സി, ഇറ്റ് മീൻ all their branches are technology driven with core banking solution. ഓപ്ഷൻ ഡി, all the above. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം CBS എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബാങ്ക് ക്ലെയിം ചെയ്യണം 100% CBS അച്ചീവ് ചെയ്തു എന്ന് ബാങ്ക് ക്ലെയിം ചെയ്യുവാണ്. നമുക്ക് ആൻസറിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം CBS എന്താണെന്ന് മനസ്സിലാക്കണം. എന്താ CBS എന്ന് പറയുന്നത്? കോർ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഷോർട്ട് ഫോം ആണ് CBS എന്ന് പറയുന്നത്. എന്താ CBS എന്ന് പറയുന്നത്? ബാങ്ക് ബ്രാഞ്ചസിന്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ CBS എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കസ്റ്റമറിന് അവരുടെ ബാങ്ക് അക്കൗണ്ട് ലോകത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് CBS അല്ലെങ്കിൽ കോർ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ CBS എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ ബാങ്ക് ക്ലെയിം ചെയ്യുകയാണ് അവർ 100% CBS അച്ചീവ് ചെയ്തു എന്ന് ക്ലെയിം ചെയ്യുവാണ്. എന്താ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് നോക്കാം.
കസ്റ്റമൈസ്ഡ് ബാങ്കിങ് സർവീസ്, ഇൻഡിക്കേഷൻ ഓഫ് കസ്റ്റമൈസ്ഡ് ബാങ്കിങ് സർവീസ് എന്നാണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ CBS ആയിട്ട് യാതൊരുവിധ തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റം. CBSന്റെ ഫുൾ ഫോം കോർ ബാങ്കിങ് സിസ്റ്റം എന്നാണ്, കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റം എന്നല്ല. സോ ഈ രണ്ട് ഓപ്ഷൻ ക്യാൻസൽ ആയി. ദെൻ ഓപ്ഷൻ സിയിലോട്ട് വരുമ്പോൾ ഇറ്റ് മീൻ ദാറ്റ് ഓൾ ദെയർ ബ്രാഞ്ചസ് ആർ ടെക്നോളജി ഡ്രിവൺ വിത്ത് കോർ ബാങ്കിങ് സൊല്യൂഷൻ. ഓക്കെ, CBSന്റെ ഫുൾ ഫോം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കോർ ബാങ്കിങ് സൊല്യൂഷൻസ് എന്നിവിടെ പറയുന്നുണ്ട്. അതായത് അവരുടെ എല്ലാ ബ്രാഞ്ചസും ടെക്നോളജി യൂസ് ചെയ്ത് കോർ ബാങ്കിങ് സൊല്യൂഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ, ബാങ്ക് ക്ലെയിം ദാറ്റ് ദേ ഹാവ് അച്ചീവ് 100% CBS എന്ന് ഉദ്ദേശിക്കുന്നത് it means that all their branches are technology driven with core banking solution. ഓപ്ഷൻ സി ആണ് അവരുടെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ ഡി all the above ആണ്, അതെന്തായാലും ആൻസർ അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് മീൻ ദാറ്റ് all their branches are technology driven with core banking solution. നമുക്കറിയാം മെയ് 19 CSEBയുടെ എക്സാം നടക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർക്ക്, നിങ്ങൾക്ക് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഇതിന് മുൻപത്തെ കട്ട് ഓഫ് വെച്ച് ഇനി എങ്ങനെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു വെബിനാർ ഒരുക്കുന്നുണ്ട്. ഏപ്രിൽ 17 വൈകുന്നേരം 9 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കും വെബിനാർ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ഫോമും ഫില്ല് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹർ പേയ്മെന്റ് ഡിജിറ്റൽ മിഷൻ വാസ് ലോഞ്ച്ഡ് ബൈ ഓപ്ഷൻ എ NPCI, ഓപ്ഷൻ ബി RBIH, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി സെൻട്രൽ ഗവൺമെന്റ്. ചോദ്യം എന്താണ്? ഹർ പേയ്മെന്റ് ഡിജിറ്റൽ മിഷൻ. ഹർ പേയ്മെന്റ് ഡിജിറ്റൽ മിഷൻ ലോഞ്ച് ചെയ്തത് ആരാണ്? ഹർ പേയ്മെന്റ് ഡിജിറ്റൽ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, രാജ്യത്തുള്ള മുഴുവൻ വ്യക്തികളും വൺ വേ ഓർ അതർ വേ ഡിജിറ്റൽ പേയ്മെന്റ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ്? RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ RBI ലോഞ്ച് ചെയ്ത ഒരു മിഷനാണ് ഹർ പേയ്മെന്റ് ഡിജിറ്റൽ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, FCNR deposit is withdrawn in less than a year, dash interest is payable on the deposit. Option A depending on the amount, option B 0, option C depending on the bank, ഓപ്ഷൻ ഡി ഡിപ്പെൻഡിങ് ഓൺ ദ ഡിപ്പോസിറ്റ്. ഇവിടെ ക്വസ്റ്റിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും FCNR ഡിപ്പോസിറ്റ് എന്താണ്. FCNR ഡിപ്പോസിറ്റ് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട് ആണ് FCNR ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫോറിൻ കറൻസി, അതായത് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ട് ഫോറിൻ കറൻസി തന്നെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് FCNR ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അല്ല. അതുപോലെ തന്നെ RBI 1993 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് FCNR ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഇവിടെ ഇൻട്രസ്റ്റ് പേയബിൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് പേയബിൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് FCNR അക്കൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു വർഷം എപ്പോഴാണോ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം മാത്രമാണ് ഇൻട്രസ്റ്റ് കൊടുത്ത് തുടങ്ങത്തുള്ളൂ. ദെൻ ഈ ഒരു വർഷത്തിന് മുൻപ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യുവാണ് എങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് പേയബിൾ ആയിരിക്കില്ല. ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ദെൻ പറഞ്ഞിരിക്കുന്ന കാലാവധിക്ക് മുൻപ് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുവാണ്, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. 10 വർഷത്തേക്കാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ 5 വർഷം ആകുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ പൈസ പിൻവലിക്കുവാണ് എങ്കിൽ പൈസ നമുക്ക് കിട്ടും, പക്ഷെ അവിടെ പെനാലിറ്റി ഈടാക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ക്വസ്റ്റ്യനിലോട്ട് വരുവാണ്. നമ്മളൊരു ചോദ്യം എന്തായിരുന്നു? FCNR ഡിപ്പോസിറ്റ്, അതായത് ഒരു വർഷത്തിന് മുൻപ് നമ്മൾ വിഡ്രോ ചെയ്യുവാണ് എങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ 0 ആണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു FCNR ഡിപ്പോസിറ്റിനെ സംബന്ധിച്ച് ഒരു വർഷത്തിന് ശേഷം മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തു തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 0 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡാഷ് വാസ് ഫോം ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് താരാപൂർ കമ്മിറ്റി. താരാപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി ഫെമ, ഓപ്ഷൻ സി ഫെറ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. RBI നമുക്കറിയാം, RBI റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ ആണ്. അത് പ്രകാരം 1935 RBI ഫോം ചെയ്തത്. ദെൻ ഓപ്ഷൻ ബി ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് ഫെമ എന്ന് പറയുന്നത്. എവിടെയാണ് ഫെമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്? ന്യൂഡൽഹിയിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസാണ് ഫെമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 97-98 ഗവൺമെന്റ്, അന്നത്തെ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ആശയം മുന്നോട്ട് വെച്ചു. ദെൻ
1999 പാർലമെന്റ് അംഗീകാരം കൊടുത്തു. 2000 പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഫെമ ആക്ട് എന്ന് പറയുന്നത്. ഫെറയിലോട്ട് വരുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ് ഫെറ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, 1973 പാർലമെന്റ് അംഗീകാരം കൊടുത്തു. 74 നിലവിൽ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഫെറ ആക്ട് എന്ന് പറയുന്നത്. വയലേഷൻ, ഫെറ ആക്ട് വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ്. പണിഷ്മെന്റ് എന്തായിരുന്നു? ഇംപ്രിസൺമെന്റ് ആണ്. 81 സെക്ഷൻസ് ആണ് ഫെറ ആക്ടിലുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം താരാപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഫെമയാണ്. ഓപ്ഷൻ ബി ഫെമയാണ് ആൻസർ ആയിട്ട് വരിക. ദെൻ മെയ് 19 CSEB എക്സാം നടക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. കോമ്പറ്റേറ്റീവ് ക്രാക്കറും 30-day ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡെയിലി വർക്കൗട്ടും വീക്ക്ലി എക്സാമും അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെക്ഷൻസും ഒക്കെ ആയിട്ടാണ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ 30 ദിവസവും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. സോ കൂടുതൽ വിവരങ്ങൾക്കായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെറ്റിംഗ് അപ്പ് ഓഫ് ATMs ആർ റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഓപ്ഷൻ 1 രംഗരാജൻ കമ്മിറ്റി, ഓപ്ഷൻ 2 സറഫ് കമ്മിറ്റി, ഓപ്ഷൻ 3 നരസിംഹം കമ്മിറ്റി ആൻഡ് ഓപ്ഷൻ 4 നൺ ഓഫ് ദിസ്. നമുക്ക് തേർഡ് ഓപ്ഷനിൽ തുടങ്ങാം. നരസിംഹം കമ്മിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1991 അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ്. എന്തൊക്കെയായിരുന്നു മേജർ റെക്കമെൻഡേഷൻസ്? NPA നോൺ പെർഫോമിംഗ് അസറ്റ്, ലീഡ് ലിങ്ക് സ്കീം, RRB, ബാഡ് ഡെപ്റ്റ്, ഇതൊക്കെ ആരുടെ റെക്കമെൻഡേഷൻ ആണ്? നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. സറഫ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ചാർജ് കാർഡ് ആണ് സറഫ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. ഓക്കെ, ദെൻ തിരിച്ച് രംഗരാജൻ കമ്മിറ്റിയിലോട്ട് വരുമ്പോൾ രംഗരാജൻ കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻ എന്താണ്? ഇന്ത്യയിൽ ATM സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് രംഗരാജൻ കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് രംഗരാജൻ കമ്മിറ്റി. സോ പറഞ്ഞിട്ടുള്ള അഡീഷണൽ പോയിന്റ്സ് എഴുതിയെടുക്കുക. വീഡിയോ വീണ്ടും കാണുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.